എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സോഹൻ റെക്കമെൻഡ് ചെയ്തത്. ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയും. ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ര ആഴത്തിലൊന്നും ചോദിക്കരുതേ, ഞങ്ങൾ പെട്ടു. കണ്ണി വേണോ? മോരട്ട് സിംഗിളാ യൂട്യൂബർ. എന്റെ നമ്പർ 79 കോഴികളാന്ന് വിചാരിക്കും. ഹായ് ഹലോ നമസ്കാരം. ബട്ട് ബൈ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലെ തരംഗമായിട്ടുള്ള കുറേ റീൽസ് ചെയ്ത കുറേ കണ്ടൻറ്റുകൾ ചെയ്ത കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. ഇവർ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും 1 മില്യൺ വ്യൂസ് എന്തായാലും ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു കിടിലൻ ടീമിനാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം സോഹൻ ആൻഡ് ടീം. നമ്മളിടയിൽ എന്താ ഈ വഴക്കൊന്നും ഉണ്ടാവാത്തെന്ന് അറിയാമോ? നമ്മളിടയിൽ പെണ്ണുങ്ങളില്ല. സോഹൻ, നീ ഇന്ന് ക്ലാസ്സിന് പുറത്ത് നിന്നാ മതി. ക്ലാസ്സിന് വെളിയില. നിന്റെ ടീച്ചർ ഉദ്യോഗം ഞാൻ കെട്ടുന്നതിന് മുമ്പ് ഇപ്പൊ നീ എന്റെ ഭാര്യയാണ്, അത് മനസ്സിലാക്കണം. റെസ്പെക്ട്. ഇയാളാര്? ഞാൻ തന്ത. ചെസ്റ്റ് നമ്പർ 3 കറക്റ്റ് ടൈമിങ്. എടി മോളെ, നിന്റെ കാമുകനാന്ന് പറഞ്ഞ തന്തയില്ലാത്ത വന്നിരിക്കുന്നു. അല്ല, തന്തയാന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. ഒരു പണിക്കും പോവാതെ വീട്ടിൽ ഇരുന്ന് സ്ഥലകാല പോലും ദിവസം അറിയത്തില്ലെന്ന് പറഞ്ഞു. ആ കഴപ്പങ്ങ് തീർന്നു കിട്ടിയല്ലേ. ഹായ്. ഹായ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സോഹനിൽ തുടങ്ങാം. എന്ത് തുടങ്ങാൻ? സോഹനിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. സോഹൻ എങ്ങനെയാണ് ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുന്നത്? കണ്ടന്റ് ക്രിയേഷൻ നമ്മൾ പണ്ട് മുതലേ, അതായത് +1 +2 എൻ്റെ ഒരു അനിയനുണ്ട് സൽമാൻ. ആൾ ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആൾക്കാരെ പിക്കാനായിട്ട് അവനും ശ്യാം നമ്മുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന നമ്മുടെ കൂടെയുള്ള ആളാണ്. അപ്പം അവർ അതിന് പോയേക്കാണ്. അപ്പം അവർ സൽമാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത്. എനിക്കൊന്ന് കൊറോണ ടൈമിൽ, കോവിഡ് ടൈമിൽ വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ, അങ്ങനെ ഒരു 10-25 വീഡിയോ ചെയ്തു. അതിനകത്ത് ഒരു വീഡിയോ എങ്ങാണ്ട് കയറി വൈറലായി. പിന്നെ ഒന്നും ഇതായില്ല. അങ്ങനെ പിന്നെ അതിൽ നിന്ന് വിട്ട് പിന്നെ ഇങ്ങനെ വന്ന് കോമഡി സ്റ്റാർസ്, അമൃത TVയിലെ കോമഡി മാസ്റ്റേഴ്സ് അതൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ ഇതിനകത്ത് എത്തിപ്പെട്ട് നിൽക്കുന്നു. റിയാലിറ്റി ഷോയിൽ പോയി എന്ന് പറഞ്ഞു. റിയാലിറ്റി ഷോയിലേക്ക് എങ്ങനെ എത്തുന്നത്? റിയാലിറ്റി ഷോയിൽ എത്തുന്നതെന്ന് പറഞ്ഞാൽ, ഞാനതൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് സുധീഷ് മുല്ലൂർ എന്ന് പറഞ്ഞ നമ്മുടെ ചേട്ടനാണ്, ആളെ പരിചയപ്പെട്ടു. ആളായിരുന്നു ഒരു റിയാലിറ്റി ഷോയുടെ ഹെഡ്, നമ്മുടെ ബമ്പർച്ചിരിയുടെ ആൾ. അതിൻ്റെ ഗ്രൂമറായിരുന്നു. ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്, അപ്പം നീ പെട്ടെന്ന് സാധനം അയക്കുന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുത്തു. സംഭവം അവിടെ ചെന്ന് സ്കിറ്റ് ചെയ്ത് പൊളിഞ്ഞു പോയി. ബാഡ് കമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ആ TV സംഭവം വന്നപ്പോഴത്തേക്കും ഒരു നെഗറ്റീവായിരുന്നു എല്ലാവരും. ആൾക്കാരൊക്കെ ഒന്നിങ്ങനെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ മറ്റേ ചിരിക്കാത്ത കോമഡി പറയുന്ന പയ്യനില്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ അപ്പോൾ ഒരു വാശിയായി, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിഷൻ്റെ ലിങ്ക് കിട്ടി. അത് നമ്മുടെ ചേട്ടായി വഴിയാണ് കിട്ടിയത്. അപ്പം ആ ലിങ്കിൽ അപ്ലൈ ചെയ്തു. ഓൺലൈൻ ഇൻ്റർവ്യൂ, ഓഫ്ലൈൻ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് അവിടെ കയറി പറ്റി. സീസൺ 3 മുഴുവൻ ഉണ്ടായിരുന്നു ഞാൻ. അങ്ങനെ റിയാലിറ്റി ഷോ ഒക്കെ. പിന്നെ യൂട്യൂബ് ചാനലിലോട്ട് ചാടി. യൂട്യൂബ് ചാനലിൽ മിതാലിയായിട്ടാണ് ആദ്യം കൊളാബ് വരുന്നത്. മിതാലിയായിട്ടുള്ള ഒരു കൊളാബ് എങ്ങനെയായിരുന്നത്? മിതാലി ഞാനും എന്തോ അറിയാം, ഞാനും മിതാലിയും കൂടെ നല്ല സിങ്കായിരുന്നു. ഞങ്ങളുടെ പേര് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. ആളുടെ ഇപ്പം ആള് ബാംഗ്ലൂരാണ്. അപ്പം അങ്ങനത്തെ കാരണങ്ങളാൽ ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇനി മിതാലിയായിട്ടുള്ളൊരു കാണും. പിന്നെ മിതാലിയായിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹരി, അനസൊക്കെ. ഹരിയുടെ കഥയെന്ന് പറഞ്ഞാൽ, ഹരി പറ. ഞാൻ ഒരു ചേട്ടൻ്റെ മെൻസർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. അവിടെ വെച്ചാൽ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ സോഹനെ പരിചയപ്പെടുത്തുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സോഹൻ റെക്കമെൻഡ് ചെയ്തത്. സോഹൻ വന്ന് ഞങ്ങൾ പിന്നെ സ്ക്രിപ്റ്റൊക്കെ എഴുതും. കടയിലപ്പോൾ ആൾ സാധനം മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ സാധനമൊന്നുമില്ല, അറിയപ്പോടാ, ഇത് വിൽക്കാട്ടേക്കല്ലോ, ഇവിടെ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടല്ലേ, പോടാ. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിയ കട കൂട്ടിച്ച് ചാക്കിലപ്പെട്ട പൂച്ച എടുത്ത് ആ ഷോർട്ട് ഫിലിമിലാണ് നമ്മളെ സുധീഷ് പുല്ലൂരിനെ നമ്മൾ വിളിക്കുന്നത്, പരിചയപ്പെടുന്നത്. എല്ലാവരും വഴി ഇദ്ദേഹത്തെ ഞാൻ സ്ഥിരമായ ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ പോവായിരുന്നു. എനിക്ക് അവിടെ നിന്ന് കളഞ്ഞിട്ട് ഞാൻ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത്. ഷെഫാ? അങ്ങനെ പറ്റിയ അപ്പോഴേക്കും ആളവിടെ ഫുഡ് കഴിക്കാൻ വരും. അപ്പം അങ്ങനെ ചെയ്യുമ്പം വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ സംസാരിക്കാറുണ്ട്.
മീറ്റ് ചെയ്തപ്പോൾ നമ്മൾ പിന്നെ രണ്ടുപേരും കൂടെ കണ്ടൻറ്റൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. രാത്രിയൊക്കെ ഇരുന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കും. രാത്രിയൊക്കെ ഇരുന്ന് ഞങ്ങളൊരു വീഡിയോ ആദ്യമായിട്ട് എടുത്തു, അത് അത്യാവശ്യം നല്ല വ്യൂസ്. പിന്നെ ഒരു വീഡിയോ ചെയ്ത് അത് 1 മില്യൺ കയറി. പിന്നെ രാത്രിയൊക്കെ ഇരുന്ന് സെറ്റ് ചെയ്തിട്ട് അതിനിടയ്ക്ക് അരിയായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ പകല് ഞാൻ അരി എടുത്ത് രാത്രി ഇവിടെയാണ് അല്ലാതല്ലേ. അപ്പോൾ രാത്രി നമ്മൾ കണ്ടന്റ് സെറ്റ് ചെയ്യും. പിന്നെ കണ്ടന്റ് സെറ്റിംഗ് മാത്രമേ ഉള്ളൂ, അങ്ങനെ അഭിനയിക്കത്തൊന്നുമില്ല. കൂടുതലും കണ്ടന്റ് ക്രിയേഷൻ ഐഡിയാസ് വരുന്നത് ധനസിൽ നിന്നാണ് കേട്ടത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ രീതിയിലൊക്കെ കിട്ടും. അപ്പം ഞാൻ മാത്രമല്ല, ഞാൻ ത്രെഡ് കിട്ടുമ്പോൾ സോഹനുണ്ട്, പിന്നെ ശ്യാം എന്ന് പറഞ്ഞ നമ്മൾ ഫ്രണ്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് അനുഭവമുള്ള ആളാണ്. അതുകൊണ്ട് അപ്പം നമ്മൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വരും. അപ്പോൾ രാത്രി ഇരുന്നിട്ട് നമ്മൾ ഈ ത്രെഡ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കണ്ടന്റ്. ഈ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നപ്പോൾ നേരത്തെ കോമഡി സ്റ്റാർസിലൊക്കെ പോയപ്പോൾ കുറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നപ്പോൾ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ആൾക്കാരുടെ റെസ്പോൺസ് എന്ന് പറയുമ്പം അവരെന്തോ നമ്മളെ ഏറ്റെടുത്തു. അത് എന്തുകൊണ്ടെന്നല്ല, അതിൻ്റെ ഒരു ഭാഗ്യം എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നു. ഇപ്പം ഒരു റീല്, ഒരു പപ്പടം പൊട്ടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പണ്ട് അതിനകത്ത് ചെറിയ റോളേ ഉള്ളൂ. അതിൽ വരെ സോഹൻ എന്നൊക്കെ വന്ന അടിയിൽ കമന്റ് ഇടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടാവില്ലേ, അപ്പോഴുണ്ടായിരുന്ന ചലഞ്ചസ് എന്തായിരുന്നു നിങ്ങൾ ഫേസ് ചെയ്തത്? ചലഞ്ച് ഓഡിയൻസിന് എന്ത് പോകത്തില്ല എന്നുള്ളത്. ഓൾറെഡി മിതാലിയായിട്ട് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പൊ സോഹൻ അത്രയും പ്രശ്നമല്ല, പക്ഷെ നിങ്ങൾ കൂടെ വരുമ്പോൾ ഉള്ളൊരു കൊളാബ് ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, ഒരു ചലഞ്ചസ് എങ്ങനെയായിരുന്നു? എല്ലാം ഞങ്ങളെല്ലാം നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് നമുക്കധികം ബുദ്ധിമുട്ടുകളില്ല. നമ്മളെ എടുക്കും, ചില വീഡിയോസൊക്കെ എടുത്ത് ഇടായിരുന്നിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും വീഡിയോസ് എടുത്ത് ഞങ്ങൾ ഒരുപാട് പേരെ കാണിച്ചിട്ട് അത് പോകെങ്കിൽ മാത്രമേ എടുത്തോളൂ. പിന്നെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്തിട്ടാ പോവും, എന്ത് കൊടുത്താൽ ഇതാവും. നമ്മൾ കുറേ ചെയ്ത് ട്രാക്കിലെത്തുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ, ഇതൊക്കെയാണ് പോകുന്നത്, ഇതൊക്കെയാണ് നാടോടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള രീതിയിലൊക്കെ. ഏതെങ്കിലും ഇൻഫ്ലുവൻസിൻ്റെ റീല് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ഇത് നമ്മൾ ഇപ്പം കണ്ടന്റ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം അനസിപ്പോൾ ഒരു ത്രെഡ് എന്തെങ്കിലും ഒരു സാധനം വന്ന് പറയുന്നു, അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരു സാധാരണ ഞങ്ങൾ മിക്കവാറും കണ്ണാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ചായക്കടയുണ്ട്. 2 മണി 3 മണി വരെ അവിടെ ഇരിക്കും. ഒരു 12 മണിക്ക് വന്ന് അപ്പോൾ ഒരു കണ്ടന്റ് ആവും, ഡയലോഗും കാര്യങ്ങളെല്ലാം ആവും. കുറേ പേര് കാണും. മിക്കവാറും ഇപ്പം ഞാൻ, ഇപ്പം ഹരി, അനസ്, ശ്യാമ്, പിന്നെ അവിടെ ചാടിക്കാൻ ശ്യാമാണ് മെയിൻ. ഞങ്ങളെ തലവരാ. കൗണ്ടർ കാര്യങ്ങളൊക്കെ ഡയലോഗ് കറക്റ്റ് ചെയ്ത് കോമഡി. നമുക്ക് ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഇപ്പം എന്ത് പാടാന്ന് നമ്മൾ ചോദിക്കുന്നില്ല, അത് ശ്യാമിന്റെ മോട്ടിലേക്ക് കണ്ടന്റ് ഡോക്ടറാ. ഒരു പ്രൊമോഷന്റെ കണ്ടന്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കുളിക്കാത്ത പെൺകുട്ടി, അതാണ് കണ്ടന്റ്. അപ്പോൾ ഇവള് കുളിക്കത്തില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവും. അവിടെ അവൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഡോക്ടർ മൈൻഡിലെ ചിന്ത. ഡയലോഗ് അതാണ് പോകും, നമ്മൾ അതാണ് ചിരിക്കുക. അവന്റെ കൗണ്ടർ മോഡുലേഷൻ അടിപൊളിയാണ് ഡയലോഗിന്. ആദ്യത്തെ 1 മില്യൺ വീഡിയോ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആദ്യത്തെ 1 മില്യൺ വീഡിയോ എക്സ്പീരിയൻസ് ഞങ്ങൾ ഇത് നമ്മളത് ജീനയിൽ വെച്ച് അല്ലേ, സൽമു, ഞങ്ങളെല്ലാവരും കൂടെ ആക്ച്വലി അതെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നൊരു വീഡിയോയാണ്. അത് ഇട്ട് 2 മണിക്കൂറിനുള്ളിൽ, അല്ല 10 മിനിറ്റിൽ 2000 കയറി. നല്ലോണം കയറുന്ന കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നിൽക്കും. പിന്നെ കയറി അന്ന് രാത്രി 12 മണിയായപ്പോൾ അത് 1 മില്യൺ ആയി. ഫസ്റ്റ് 1 മില്യൺ. ഈ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ എങ്ങനെയാണ്? ആദ്യം വീട്ടിൽ റീലെടുക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ പൈസ ഉണ്ടാക്കി ഒരു വില്ല എടുക്കുമായിരുന്നു. എന്നിട്ട് അവിടെ 7 വീഡിയോ ഒക്കെ എടുക്കും. പിന്നെ വന്നപ്പോഴത്തേക്കും ഉമ്മച്ചിയെടുത്തൊക്കെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. പിന്നെ ആദ്യം ഇവൻ്റെ വീട്ടിലായിരുന്നു. ഉമ്മച്ചിയെ പേടിയായിരിക്കും, വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തെറിയും. പിന്നെ ഉമ്മച്ചിയെടുത്ത ആൾക്കാർ ഓരോന്നിങ്ങനെ ചോദിച്ച് മീൻസ് കൊള്ളാം, വീഡിയോ കൊള്ളാം, ഞാൻ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഉമ്മച്ചിയെ ഞാൻ അഭിനയത്തിലോട്ട് ഇറക്കി. ഇപ്പം എനിക്ക് വീട്ടിൽ ഫുൾ സ്വതന്ത്രമായി. ഇപ്പം വേണമെങ്കിൽ രാത്രി വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം, 2 മണി വരെ ഷൂട്ട് ചെയ്യാം. ഓൾറെഡി സോഹൻ പറഞ്ഞു അഭിനയത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അല്ല, അത് അവർക്ക് ഓൾറെഡി അത് ഞാനൊരു നാടകം, അത് 6 മാസം ഞാനൊരു നാടകത്തിന് പോയായിരുന്നു, കാരായിട്ടുള്ളൊരു ട്രൂപ്പിൻ്റെ കൂടെ. അപ്പം അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ അത് ഉമ്മച്ചിയും അപ്പച്ചിയും കൂടെ വന്ന് കൊല്ലത്ത് വന്നപ്പോൾ അത് കണ്ട്. അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നാടകമാണ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ഇല്ല. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഞാൻ ആ ട്രൂപ്പിൻ്റെ കൂടെ കയറുന്നത്. കോമഡി സ്റ്റാർസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇതും നാടകം ചെയ്ത് പോയി.
അപ്പം ഉമ്മച്ചി മാപ്പിച്ചി വന്ന് കണ്ട്. അപ്പം അന്ന് ഉമ്മച്ചി എന്തോ നാടൻ കണ്ട് കരഞ്ഞു. പിന്നെ ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ് ഇന്ന സുദീപിൻ്റെ അമ്മയല്ലേ എന്നൊക്കെ വന്ന് ഞാൻ വന്ന് മിണ്ടുന്നിട്ട് ആൾക്കാരൊക്കെ വന്ന് ചോദിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഭയങ്കര ഒരു ഉമ്മച്ചിയുടെ ഭാഗത്തുനിന്നും പാപ്പച്ചിയുടെ ഭാഗത്തുനിന്നും ഭയങ്കര സപ്പോർട്ടാണ്. ഹരിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ്. അല്ല എൻ്റെ വീട്ടിൽ ഇതാണ്, ജൂനിയർ കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ജോലിയൊക്കെ പോയപ്പോഴത്തേക്ക് അവർക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു ജോലിക്ക് പോകുന്നില്ല അങ്ങനെ ഇങ്ങനെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അവർക്ക് അത് ശീലമായി, ജോലിക്ക് പോകുന്നില്ല പറഞ്ഞൊന്നും കേൾക്കാതിരിക്കുമ്പോഴത്തേക്ക് അവർക്കൊരു മടുത്ത് കാണുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ അവർ ഓക്കെയാണ്. ഇപ്പോൾ അവർക്ക് അത്യാവശ്യം ഇപ്പോൾ അവർക്ക് ബുദ്ധി വെച്ചെന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അനസന് എനിക്കങ്ങനെ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ എല്ലാം ഒറ്റയ്ക്കാണ് വളർന്ന് ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. നാടകത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതും, പിന്നെ കോളേജിൽ പഠിക്കുമ്പോഴും എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ കണ്ടുമുട്ടി പിന്നീടുള്ളൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഇങ്ങോട്ടുള്ളവരൊക്കെ. ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസറാണ്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ. അപ്പോൾ ആസ് എൻ ഇൻഫ്ലുവൻസർ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്താണ്? ആയി നോക്കാൻ പറ്റത്തില്ല, കടയിൽ പോയി ഹോട്ടലുകാരത്ത് അടി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ബിരിയാണി ഓർഡർ ചെയ്ത്, അപ്പം ബിരിയാണി ഇവന് ചോറ് കുറവ് മണക്കത്തില്ല. ഞാൻ 100 കൊടുക്കുന്നില്ല, എനിക്ക് ബിരിയാണി ചോറ് വേണം, വിളിയവനെ ബംഗാളി ബിരിയാണി മേ നെഹി ചോറ് നെഹി. യൂട്യൂബർ സൂപ്പർ ബിരിയാണി കേട്ടോ, ചില്ലി ചിക്കൻ പറഞ്ഞിട്ട് കഴിക്കും. അടി ഉണ്ടാക്കാൻ പറ്റത്തില്ല, വായി നോക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇല്ലല്ല, അങ്ങനല്ല. ആൾക്കാർ വീഡിയോ കാണും വന്ന് വീണ്ടും അത്രേ ഉള്ളു. അങ്ങനെ ആരാധന പാത്രമാവാൻ അങ്ങനൊന്നുമില്ല. ആരാധകരുടെ ശല്യമൊന്നുമില്ല. അറിയാം, പക്ഷെ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടെ, മുമ്പ് ഇങ്ങനെ ഒറ്റപ്പെട്ട് വന്ന് മിണ്ടായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ ആൾക്കാർ വന്ന് മിണ്ടുന്നുണ്ട്, നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്കൊരു ഗെയിമിൽ കൂടെ പോവാം. ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ മൂവി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ അതിന് ആൻസർ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബാസന്തിക്ക് ഇഡ്ഡലി, ദോശ, വട, ഗർഭ. അതുപോലെ സുന്ദറിന് എന്തൊക്കെയാണ് ഗർഭ? സുന്ദറിന് എന്തൊക്കെയാ ഗർഭം നീ പറ, നിന്റെ ക്വസ്റ്റ്യനെ. എനിക്ക് ഓർമ്മക്കുറവുണ്ട്. അരിയിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ഇത് സുന്ദറിന് ആർക്ക് എന്തൊക്കെ ഗർഭമെന്നോ മനസ്സിലായി. മറ്റേ കോളനിയില്ലേ, എനിക്ക് ഇപ്പോൾ ഓർമ്മക്കുറവുണ്ട് ഭയങ്കര. 3 മാസം കഴിഞ്ഞുള്ള കാര്യം പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടത്തില്ല. അങ്ങനെ വിഷയമുണ്ട് എനിക്ക്. നീയാണ് കണ്ടന്റ് ക്രിയേറ്റർ. ഇപ്പോഴത്തെ കാര്യം എനിക്ക് നല്ല ഓർമ്മയായിരിക്കും. അറിയില്ല, ആരെങ്കിലും പറയും. ഇതാണോ ബിരിയാണി ഗർഭ, ചിക്കൻ ഗർഭ, അങ്ങനെയാണോ പറയുന്നത്? ചിക്കൻ ഗർഭ. സിനിമ ഡയലോഗ് അവൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. പൊറോട്ടയും ചിക്കനും ഗർഭ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പൊട്ടുന്ന ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ഇവൻ പറയും, ആരി പറയും. ഓക്കെ. എന്തൊക്കെ സാധനങ്ങളും ചില്ലറ കിളിപിടി നാട്ടുമരുന്നുകളും ചേർന്നാലാണ് ചതവിന് ബെസ്റ്റ് എന്ന് MN കാർത്തികേയൻ പറയുന്നത്? സൂപ്പർ സാധനം. ഇവൻ എല്ലാം അറിയാം, അതാണ് വിഷയം. എനിക്ക് പടം പോലും മനസ്സിലായി. പടം മംഗലശ്ശേരി മകൻ നീലകണ്ഠന്റെ മുൻ കാർത്തികേയൻ. MN കാർത്തികേയൻ എന്തൊക്കെ രാവണപ്രഭു. മനസ്സിലായി എനിക്ക്. എന്തൊക്കെ മാസാക്കിയ സാധനം. ഞങ്ങൾ ഇംഗ്ലീഷ് പടമായിരുന്നു കാണുന്നത് അല്ലേ? എനിക്കത് കിട്ടുന്നില്ല. പറയണ ഹരി പറയും. മുട്ടനാടൻ ചെങ്കിളിച്ചോരി. അതല്ല, കറുത്ത മുട്ടനാടും പിന്നെ എന്താ സംഭവം എനിക്കറിയത്തില്ല. അങ്ങനെ പറയുമെന്ന് പറഞ്ഞത് അങ്ങനെ പറയുന്നില്ല. ചെന്നിനായകവും മുട്ടയുടെ വെള്ളയും അങ്ങനെ പറയുമെന്ന് പറഞ്ഞതാ. മറ്റേത് അടുത്ത ക്വസ്റ്റ്യൻ. ഹരിയുടെ ക്വസ്റ്റ്യൻ, പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും ആരൊക്കെ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നാണ് സഖാവ് കുമാരപിള്ള പറയുന്നത്? 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം. ഈ പടം അറിയില്ലേ? അന്തർധാര സജീവമാണ്. പടം ഏതാ? ശ്രീനിവാസൻ. അത് ഏത് പടത്തിലെ പറയേണ്ടതെന്ന് പറയുന്നത്? അത് ഏത് പടത്തിന്റെ പേരാണോ? ഈ ഡയലോഗ് അറിയില്ലേ? പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും ആരൊക്കെ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്നാണ് സഖാവ് കുമാരപിള്ള പറയുന്നത്. അമേരിക്കയും
പാസ് അടിച്ച് അപ്പുറത്തോട്ട് വരട്ടെ. പാസ്. ഞാൻ പറയാം എന്ത് ഞങ്ങൾ തമ്മിൽ അത് ഡയലോഗ് ശ്രീനിവാസനോട് പറയുന്ന ഡയലോഗ് അതറിയാം. മറ്റേ സിനിമ അതെന്തുവരെ പറയുന്നത് മറ്റേ ഇല്ല വീഡിയോ കോൾസ് നിന്നിട്ട് റഷ്യയാണോ? റഷ്യയല്ല, കൊറിയ, സൗത്ത് കൊറിയ. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും. ഇത്ര ആഴത്തിലൊന്നും ചോദിക്കരുതേ, ഞങ്ങൾ പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, പിടിക്കാൻ പറ്റുമോ? അടുത്ത ക്വസ്റ്റ്യൻ. കല്യാണരാമൻ സിനിമയിൽ പൂർവ്വജന്മത്തിൽ മിസ്റ്റർ പോഞ്ഞിക്കരുടെ പേരെന്തായിരുന്നു? പൂർവ്വജന്മത്തിൽ എനിക്കറിയാം. മിസ്റ്റർ പോഞ്ഞിക്കരയുടെ പേര് അതറിയില്ല. മാസ്റ്റർ ടിൻഡുമോൻ. അയ്യോ, മാസ്റ്റർ ടിൻഡുവൻ. ആ, ഈ മാസ്റ്റർ ടിൻഡുവൻ എവിടെയാ പഠിച്ചത്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ്. സിനിമ ഡയലോഗ് നടത്തറ. കില്ലാടി തന്നെ. കോളേജ് ഡേക്ക് വിമൽ സാർ പാടിയ പാട്ട് അത് പറ. കോളേജിലേക്ക് മത്സരം പാടിയ പാട്ട് അത് സോഹൻ പറ. വിമൽ സാർ മറ്റേ പ്രേമത്തിന്റെ അറിയത്തില്ലേ? എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് 3 മാസം മുമ്പുള്ള ആൾക്കാരെ പേര് പോലും ഓർമ്മയില്ല. സത്യം, സീരിയസ്ലി. അതാണോ? അനസ് പാടോ? ഇല്ല, സൂപ്പറായിട്ട് പാടും കേട്ടോ. അനസ് പാടും ഒരു പാട്ട്. ഒന്നുകൂടെ നിർബന്ധിച്ചാ പാടും. ഒരു ചേച്ചിമാരെ നിർബന്ധിച്ചോലെ. ചേച്ചിമാരോ? ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാതെ പാടും. അടുത്ത ചോദ്യം. ചട്ടമ്പിനാട് സിനിമയിൽ സലീം കുമാർ ചെയ്ത കഥാപാത്രം കറവക്കാരൻ ഗോപാലന്റെ ഇരട്ട പേരെന്താണ്? ആ, കറക്റ്റ്. എന്ത് കാര്യം ചോദിച്ചപ്പോഴാണ് മാണിക്യനെ മരത്തിൽ കെട്ടിയിട്ടത്? കഞ്ഞി വേണോ? ഓ, ആ മാണിക്കൻ ഈ വന്ന് 100 കഴിഞ്ഞ് ചതിക്കാത്ത ചന്തു സിനിമയിൽ മധ്യ തിരുവിതാംകൂർ ഭരിച്ചത് ഏത് രാജാവാണെന്നാണ് ഡാൻസ് മാസ്റ്റർ ശശി. കൊള്ളാം. പറക്കും തളികയിൽ സുന്ദരൻ ഉണ്ണിക്ക് ടച്ചിങ്സ് ആയിട്ട് കൊടുക്കുന്നത് അമൃതജ്ഞം. വീട്ടില് കൈരളി ഏഷ്യാനെറ്റ് മാറി കാണുന്നത്. ഇങ്ങനെ സിനിമ ഭയങ്കര സൂപ്പറല്ലേ? ഇതൊക്കെ ഫേമസ് ഡയലോഗ്സ് ആണല്ലേ. റോയിച്ചൻ എന്നും കൂടെ ഇരുന്ന് വെള്ളമടിക്കുന്ന മേജർ ശ്രീകുമാർ ശരിക്കും പട്ടാളത്തിൽ ആരാണ്? ലഫ്റ്റനന്റ് കേണൽ. ഇന്റലിജൻസ് ബ്യൂറോ. ഏതാണ്ട് അറിയാമോ? ഇന്റലിജൻസ് എനിക്കറിയാം. ഞാൻ ആ സിനിമ കമാൻഡോ. ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് കമാൻഡർ. ഭവാനി മനസ്സ് വെച്ചാൽ എന്താണ് മണിയറാക്കാം എന്ന് പറഞ്ഞത്? അതിന് നിനക്ക് സോഹൻ ഒരു ചാൻസ് കൊടുക്കായിരുന്നു. അറിയാമെങ്കിലല്ലേ കല പറയാൻ നിർത്തി കല പറയാനൊക്കെ പറഞ്ഞു. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകരം കൊണ്ട് ചുരിക വിളക്കാൻ എത്ര പൊൻപണമാണ് ചന്തു കൊടുത്തത്? 10,000. ഞാൻ 10,000 തന്നെ ഞാൻ ഇവന്റെ കൂടെ ഇവന്റെ ടീമിലെ കയറിയ 10,000. 101 കണ്ടല്ലേ 916 ഗോൾഡ്. 10,000 അടുത്ത 16,000. അന്ന് ബാങ്ക് ഉണ്ടായിരുന്നു. അന്ന് ബാങ്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്തിടുമ്പോൾ എന്ത് അമർത്തണം എന്നാണ് സുകുമാരൻ പറയുന്നത്? സുകുമാരനെ തലയുടെ മന്ത്രത്തിൽ സുകുമാരൻ. ക്ലച്ച് ചവിട്ടുമ്പോൾ ബ്രേക്ക് അമർത്തണം. അല്ല, ബ്രേക്ക് അമർത്തുമ്പോൾ ക്ലച്ച് ചവിട്ടണം. ക്ലച്ച് ഇടുമ്പോൾ ഗിയർ. ഭ്രമയുഗം കലിയുഗത്തിന്റെ എന്താണെന്നാണ് കൊടുമൻ പോറ്റി പറയുന്നത്? കുറച്ച് ടഫ് ആയിരിക്കും. ഞാൻ പറഞ്ഞ തെറ്റിപ്പോ അപശ്രംശമാണ്. സാമ്പാറിന് അച്ചുവേട്ടൻ്റെത് പോലെ എന്തൊക്കെയുണ്ട് എന്നാണ് പോനിക്കര പറയുന്നത്? എടാ, നീ എന്തെങ്കിലും ഒന്ന് പറയണം. ഞാൻ കൂടെ പിടിക്കുമോ? ചാക്കോ മാപ്പിള പറഞ്ഞത് പ്രകാരം ഗാന്ധിജി സ്വപ്നം കണ്ട മദ്യവിമുക്തമായ ആ നാട് ഏതാണ്? കിനാശേരി.
എന്നാ ശരി. മോനെ ഞാൻ നാളെ നിന്റെ വീട്ടിൽ നിന്ന് ഇരുന്ന് കാണാൻ പോവാ. നടപടിയാവില്ല പറഞ്ഞു. ശരിക്കും മൂവി ബഫ് ശരിക്കും ഹരിയാണല്ലേ? ആണോ? തീർച്ചയായിട്ടും. ഡയലോഗ്സ് ഇങ്ങനെ ഓർത്ത് വെക്കും. മറ്റേത് 5000 കോടി അത് പറടാ. എല്ലാ പടവും എല്ലാ പടത്തിലും ഡയലോഗ് അവൻ അറിയാം കേട്ടോ. കാണുകയും ചെയ്യും. പടങ്ങളെല്ലാം തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. കാണും. റിപ്പീറ്റ് ചെയ്യും. ഞങ്ങളെ വിളിച്ചുകൊണ്ട് കാണിച്ചു. എന്തിനാ കണ്ടില്ല, അതുകൊണ്ട് കാണാൻ അത് 5000 കോടി പറടാ. ഈ അങ്ങനെ നമ്മുടെ ഈ ഗെയിം അവസാനിച്ചിരിക്കുകയാണെങ്കിൽ ഹരി ജയിച്ചിരിക്കുന്നു. എതിരാളികളില്ലാതെ ആരും ജയിച്ചിരിക്കുന്നു. ആ അതെ, നിരുപാധികമായി ജയിച്ചിരിക്കുന്നു. പൈസ ഉണ്ട് സമ്മാനമായിട്ട്. സമ്മാനം ഇത് കഴിഞ്ഞിട്ട് തരാം. ആ ഈ 5000 കോടിയുടെ എന്താ? നഷ്ടത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്ത് അതിന്റെ കഥ നമ്മൾ പറയുന്നത്. വിജയുടെ മറ്റേ ഡയലോഗ് പറയാം. ഡയലോഗ് അടിപൊളിയായിട്ട് പറയാം. കണ്ടിട്ടൊരു കമന്റ് മറ്റേ കത്ത് സിനിമ ഡയലോഗ് ഇല്ലേ, അത് പറ. എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ അങ്ങോട്ട് അടിക്കാതെ ചുമ്മാ പറയുന്നത്. 5000 കോടി പൈസ കടം വാങ്ങിയ ഒരു ബിയർ പാർലർ ഓണർ, അങ്ങനെ ഡയലോഗ് ഇല്ലേ? എനിക്കറിയത്തില്ല അത്. ആ സിനിമയിൽ ആ ഡയലോഗ് ഏതാ ചോദിച്ചു അപ്പം പറയും. ഗെയിം തെറ്റി പോകുന്ന കളിയാക്കാൻ നോക്കാൻ സൗണ്ട് ഇല്ലെന്നോ? ഇത് പാട്ട് പാടാൻ പറഞ്ഞതുപോലെ പാട്ടിയാൻ പാടിയല്ലോ. ഡയലോഗ് പറയില്ല. ഡയലോഗ് വേണ്ട, വേറെ പറയടാ. ഇതിന് എളിമ ഇത് കട്ട് ചെയ്ത് കുഴയില്ല. നെക്സ്റ്റ് നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, മിക്കവാറും നിങ്ങൾ വെളിയിലാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ ഇങ്ങനെ പുറത്ത് പോയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റിയ എന്തെങ്കിലും അബദ്ധങ്ങൾ വല്ലതും ഉണ്ടോ? പോലീസുകാരൻ അപ്പുറത്തെ വീട്ടിലെ പോലീസുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇവരും കൂടെ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇരിക്കുക കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നമ്മളൊരു കണ്ണനല്ലൂർ സ്ഥലത്തിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ ലൈറ്റ് പെട്രോളിങ് ഉണ്ട്. ആ പോലീസുകാർ ചെക്കിങ്ങിനൊക്കെ നിൽപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരം ഇരുട്ടത്തായിരിക്കുന്ന കുറച്ച്. അപ്പോൾ പോലീസ് ഇവിടെ വാടാ, ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ എന്തുകൊണ്ടിരിക്കുന്നത്? കണ്ടന്റ് സെറ്റ് ചെയ്യാനായിട്ടിരിക്കുന്നത്. എന്തോ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ചെയ്യുന്നത്, അതൊക്കെ രാവിലെ ചെയ്തൂടെ? പണിയുണ്ട്. ജോലിയുണ്ട് സാറേ. നിനക്ക് എന്താ പണി? എനിക്ക് പണിയൊന്നുമില്ല. അപ്പൊ നീ ഒറ്റയ്ക്ക് രാവിലെ ചെയ്താൽ പോരെ? അല്ല, ഞങ്ങൾ ഒരുമിച്ചിരുന്നാ ചെയ്യുന്നതാണോ? എന്തോ നീ ചെയ്യുന്നത്? സാറേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്നത്, എനിക്ക് ഒരു 1 മില്യൺ റീച്ച് ഒക്കെ ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ലല്ലേ? ഫസ്റ്റ് വീഡിയോ ഇറങ്ങിയതേ എനിക്ക് പറ്റത്തില്ല. ഫസ്റ്റ് വീഡിയോ 1 മില്യൺ അടിച്ചത്. ഈ 1 മില്യൺ വ്യൂസ് ഒക്കെ ഉണ്ട്. അതിന് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ സാറേ നമ്മളല്ലാണ്ടിരിക്കുക, ഇവിടെ കണ്ടിരിക്കുക, രാവിലെ ഒന്നും സമയം കിട്ടാറില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെയല്ല ഞങ്ങൾ സംസാരിച്ചത്. ഒരു ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്? നമ്മള് നെഗറ്റീവ് കമന്റ്സ് നിങ്ങൾക്ക് അങ്ങനെ വരാറില്ല? നെഗറ്റീവ് യൂട്യൂബിൽ വരും, ഇൻസ്റ്റയില് അങ്ങനെ വരാറില്ല, കുറവാ. പക്ഷെ യൂട്യൂബിൽ വരും. പിന്നെ നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ടായിരുന്നു വീഡിയോസ് എല്ലാം. മീൻസ് നല്ല രീതിയിൽ അപരാധമൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം പിന്നെ യൂട്യൂബിലെ ഓഡിയൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളപ്പം കുട്ടികളൊക്കെ കൊച്ചു പിള്ളേരൊക്കെ വന്ന് നല്ല സപ്പോർട്ടൊക്കെ കാണാം. ഭയങ്കര സപ്പോർട്ട്. പിള്ളേർ വന്ന് കാണും, ഭയങ്കരമായിട്ട് നമ്മളെ മിണ്ടയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളത് കണ്ടിട്ട് നമുക്കും ഒരു പിന്നെ പിള്ളേർ കാണുന്നതല്ലേ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് മാറ്റി ചെയ്യാൻ തുടങ്ങി. പിള്ളേരാണ് കൂടുതലും ആരാധകർ. പിള്ളേരെ ഈ പ്രായം ഉള്ളവരെക്കാളും പിള്ളേർ പെട്ടെന്ന് കണ്ട് അവർക്കിതില്ലല്ലോ. മീൻസ് ജാടയൊന്നുമില്ലല്ലോ, ജാട ഉണ്ടോ ഇല്ല എന്നുള്ള ചിന്തയൊന്നും പിള്ളേർക്ക്. പിള്ളേർ ഓടിയൊന്നും ഉണ്ട്. ഈ പെൺപിള്ളേരെ ആരാധകരില്ലേ? പെൺപിള്ളേരെ അങ്ങനെ ഹരിയുടെ മുഖമൊക്കെ ഭയങ്കര ആക്ടിങ്. ഇല്ല, പ്രപ്പോസൽസ് ഒന്നും വന്നിട്ടില്ല. ആരെങ്കിലും പ്രപ്പോസ് ചെയ്യും, ഇതെങ്കിലും കണ്ടത് പ്രപ്പോസ് ചെയ്യും. നിങ്ങളൊക്കെ സിംഗിളാണ്? എല്ലാ ദിവസവും സിംഗിളാവും ഞാൻ. എല്ലാ ദിവസവും ഞാൻ സിംഗിളാവും. ഇവനും എല്ലാവരും സിംഗിളാണോ? എന്റെ അറിവ് ഞാൻ സിംഗിളാ, സിംഗിളാ. ഇവന്റെ അറിവ് ഞാൻ സിംഗിൾ അല്ല, ചുമ്മാ സിംഗിളാ. ഇത് മോരട്ട് സിംഗിളാ. മോരട്ട് സിംഗിളാണോ? അതെന്താ അതൊക്കെ അങ്ങനെ പറയുന്നത്? ജന്മനാ സിംഗിളായോ? ജന്മനല്ല, നമുക്ക് എല്ലാവർക്കും പാസ്റ്റ് കാണും. സിംഗിളാണ്. പ്രപ്പോസലിനായിട്ട് ആഗ്രഹിക്കുന്ന അയ്യോ ഇല്ല, എന്റെ നമ്പർ 79
പ്രപ്പോസലിനകത്ത് ആയിരിക്കുന്ന കുറച്ചാൾ റിലേഷനിലാവും, പിന്നെ അവർക്ക് അപ്പോൾ നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ ഇന്ന ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കണം എന്ന ആഗ്രഹമുള്ള ആക്ടർ ആരാണ്? ക്യാമറ കട്ട് ചെയ്യട്ടെ. അത്ര പെണ്ണുടെ പേര് പറയുന്നറിയോ? മാത്രം തേപ്പ് ഹരിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴി. നീയാ എറണാകുളത്തൊരു ഇന്റർവ്യൂവിന് പോയപ്പം എന്റെ സ്വപ്നത്തിലുള്ള ഒരു സുന്ദരിയായ കുട്ടിയെ ഞാൻ കണ്ടു. എന്റെ കൂടെ സഹകരിച്ചാൽ ഒന്നും കൂടെ വിളിച്ചായിരുന്നെങ്കിൽ പോവായിരുന്നു. അത്രയും വേർഡ്. വസന്തം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര പോയത്തിലായിരുന്നു.